വസന്തോത്സവത്തിന്റെ ആരവങ്ങളിൽ ഒരു പൂരക്കാലം കൂടി വിട പറഞ്ഞു. This news is brought to you by അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ. വസന്തോത്സവത്തിന്റെ ആരവങ്ങളിൽ ഒരു പൂരക്കാലം കൂടി വിട പറഞ്ഞു. മീനമാസത്തിലെ കാർത്തിക നാൾ തൊട്ട് പൂരനാൾ വരെയുള്ള 9 നാളുകളിൽ ആഘോഷപൂർവമാണ് പൂരോത്സവം നടന്നത്. കന്യകമാരുടെ ആഘോഷം എന്നതിലുപരി വീടുകളെയും കാവുകളെയും ക്ഷേത്രസ്ഥാനങ്ങളെയും കഴകങ്ങളെയും ഉത്സവത്തിൽ ആറാടിക്കുന്ന നവദിനങ്ങളാണ് പൂരക്കാലം. പൂരാവേശത്തിൻ്റെ പൊലിമയിൽ ഉത്സവത്തിമിർപ്പിലാടുന്ന നാടും നാട്ടുദേശങ്ങളും പോയ കാലത്തിൻ്റെ സ്മൃതികളെ തൊട്ടുണർത്തിയ ഉർവരതയുടെ ആഘോഷത്തെ കൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. കാമദേവദഹനത്താൽ വസന്തം നഷ്ടമായ ഭൂമിക്ക് കാമദേവൻ്റെ പുനർജനിക്കായി സതീദേവി പരമേശ്വരനെ പൂജിച്ച് ആരാധിക്കുന്നതിനെ അനുസ്മരിച്ചാണ് കന്യകമാർ പൂരോത്സവം ആഘോഷിക്കുന്നത്. ചില ക്ഷേത്രങ്ങളിൽ രാവിലെയും ചിലയിടങ്ങളിൽ രാത്രിയിലുമാണ് പൂരം കുളിച്ചടങ്ങ് നടക്കുക. ക്ഷേത്രങ്ങളിൽ രാവിലെ കന്യകമാർ പൂവിട്ട് ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളും ആയുധങ്ങളും ഇരിപ്പിടമായ പീഠവും വാളും ചിലമ്പുമെടുത്ത് നീരൊഴുക്കുള്ള പുഴകളിലോ ക്ഷേത്രച്ചിറകളിലോ മുങ്ങിക്കുളിച്ച് തിരിച്ച് ക്ഷേത്രത്തിലെത്തി പൂജ ചെയ്ത് വെളിച്ചപ്പാടുകൾ ദേവനൃത്തമാടി ആരൂഢ സ്ഥാനങ്ങളിലേക്ക് വീണ്ടും ദേവീദേവന്മാരെ കുടിയിരുത്തുന്നതാണ് പൂരോത്സവത്തിൻ്റെ അതിപ്രധാനമായ ചടങ്ങ്. നിറഞ്ഞ ഭക്തജന സാന്നിധ്യത്തിൽ ഭക്തിവിശ്വാസപൂർവമാണ് ഇത്തരം ചടങ്ങുകൾ നടത്തുക. ഈര്യം ശ്രീ പുലിയൂര് കാളി ക്ഷേത്രത്തിൽ വിശ്വാസവും ആചാരവും ചേർന്ന ആഹ്ലാദ ആരവങ്ങളോടെയാണ് പൂരോത്സവത്തിന് പരിസമാപ്തി കുറിച്ചത്. ശേഷം ക്ഷേത്രത്തിൽ ദീപാരാധനയും അന്നദാനവും നടന്നു. അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ. ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സര ജ്വല്ലറി നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പുത്തൻ BIS 916 സ്വർണ്ണാഭരണങ്ങളും 18 കാരറ്റ് 22 കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ.